ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ LA Knight ആണ് ആദ്യം വന്നത്. അപ്പോൾ LA Knight എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്മാക്ക് ഡൗണിനെ പറ്റി പറയാം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ ഒരു ഓക്കെ ഫീലാണ് കിട്ടിയത്. അതും 2 മണിക്കൂറായതിൽ വളരെയധികം സമാധാനവും ഉണ്ട്. അപ്പോൾ മാച്ചൊക്കെ നന്നായിട്ടുണ്ട്, എന്നാലും ഒരു ഓക്കെ ഫീലായിരുന്നു. ഫസ്റ്റ് LA Knight വന്നതിന് ശേഷം സെത്ത് റോളൻസിൻ്റെ ടീമിനെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. അതായത് സെത്ത് ടീമാണ് ഇനി WWE ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് അവരുടെ വിചാരം. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് LA Knight വന്നിട്ടുള്ളത് എന്നും സെത്തിനെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ തോൽപ്പിക്കും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം അവിടെ പോൾ ഹേമനാണ് വന്നത്, സെത്ത് വന്നില്ല. പോൾ ഹേമൻ വന്നതിന് ശേഷം LA Knightനെ കളിയാക്കുന്നുണ്ട്. അതായത് നിന്റെ വിചാരം നീയാണ് WWE ഭാവി എന്നാണ്, എന്നാൽ നിനക്ക് ഒരു ഭാവിയും WWE ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി WWE മുന്നോട്ട് കൊണ്ടുപോകാൻ സെത്ത് റോളൻസ് ടീമാണ്, ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സോളോ സിക്കാവ ടീം അവിടെ വന്നതിന് ശേഷം സോളോ സിക്കാവ പോൾ ഹേമനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് പോൾ ഹേമൻ ബ്ലഡ് ലൈനിന്, അതായത് ഞങ്ങളുടെ ഫാമിലിക്ക് തന്നെ ദ്രോഹം ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും പോയതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ട്രൈബൽ ചീഫിൻ്റെ അവകാശം കിട്ടിയ സമയത്ത് ഞാൻ നിന്നെ ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്ത് അടിച്ചതെല്ലാം മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ പോൾ ഹേമനോട് പറയുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു ബിൽഡിംഗ് വിട്ട് പോകാനാണ്. ഇത് കേട്ട പോൾ ഹേമൻ പതിയെ അവിടെ നിന്നും വലിഞ്ഞു. പിന്നീട് LA Knightനോടും പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെ അറ്റാക്ക് ചെയ്തതൊക്കെ മറന്നുപോയോ എന്ന ടൈപ്പിൽ. അതേസമയം LA Knight പറയുന്നുണ്ട് വായോ നമ്മൾക്ക് ഇപ്പോൾ തന്നെ തീർക്കാമെന്ന്. എന്നിട്ട് ഇവർ LA Knightനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ജിമ്മി ഉസോ ഒരു ചെയർ ഇട്ട് കൊടുത്തു. ശേഷം LA Knightനും ജിമ്മി ഉസോയും സോളോ സിക്കാവ ടീമിനെ എതിർത്ത് നിൽക്കുന്ന സമയത്ത് നിക്ക് ആൾഡിൻസ് അവിടെ വന്നുകൊണ്ട് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് മെയിൻ ഇവന്റിലേക്ക് കൺഫേം ചെയ്തു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഷാർലറ്റ് അലക്സ ബ്ലിസ് സംസാരിച്ചു. അപ്പോൾ അലക്സ ബ്ലിസിനോട് ഷാർലറ്റ് പറയുന്നുണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഒന്നുമല്ല, പക്ഷെ മാച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടീമായിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ. പിന്നീട് വുമൻസിൻ്റെ ഒരു ഫാറ്റൽ 4-way മാച്ച് നടന്നു. അതായത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ടീമുകളിലെ 4 റെസ്ലേഴ്സിനെ വെച്ചുകൊണ്ട് അലക്സ ബ്ലിസ്, കൈരി സെയിൻ, NXT സൂപ്പർ സ്റ്റാർ സോൾ റൂക്ക ആൻഡ് റോക്സാൻ പെരസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിൻ്റെ അവസാനത്തിൽ സോൾ റൂക്കയാണ് വിൻ ചെയ്യാൻ പോയത് എങ്കിലും റെക്കയിൽ വിൻ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. പിന്നീട് എല്ലാ റെസ്ലേഴ്സും മാറി മാറി അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം വന്നു. അതായത് ഷാർലറ്റ് റെക്കലിനെല്ലാം അറ്റാക്ക് ചെയ്തു. അവസാനം അലക്സ ബ്ലിസ് കൈരി സെയിന് സിസ്റ്റർ അബിയിൽ DDT കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ അലക്സ ബ്ലിസ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ടാഗ് ടീം ചാമ്പ്യൻസായ സ്ട്രീറ്റ് പ്രോഫിറ്റ് വേഴ്സസ് വൈറ്റ് 6 ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇപ്രാവശ്യം നടക്കുന്ന മാച്ചിൽ ആരും വന്ന് പ്രശ്നമുണ്ടാക്കാൻ പാടില്ല എന്ന് ഓൾറെഡി നിക്ക് ആൾഡിൻസ് പറഞ്ഞിരുന്നു, അതായത് എല്ലാ ടീമിനോടും. ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. 2 ടീമിൻ്റെയും നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഏഞ്ചലോ ഡോക്കിൻസിൻ്റെ പെർഫോമൻസ് ആണ്. അവസാന നിമിഷം അടിപൊളിയായിട്ട് ഈ മാച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ മോണ്ടക്സ് ഫോർഡ് ആൻഡ് ഏഞ്ചലോ ഡോക്കിൻസ് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എറിക് റോവൻ വന്നുകൊണ്ട് ആ ഒരു പിൻ ഒഴിവാക്കി വിടുന്നത് പോലെ, അതായത് ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. ശേഷം അവർ എറിക് റോവനെയെല്ലാം അറ്റാക്ക് ചെയ്ത സമയത്ത് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഡെക്സ്റ്റർ ലൂമിൻസ് ആൻഡ് ജോ ഗ്രേസി ഇവർ 2 പേരും അവരുടെ കോംബോ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ വൈറ്റ് 6 ആണ് വിൻ ചെയ്ത് ന്യൂ WWE ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അത്യാവശ്യമാണ്, കാരണം ചാമ്പ്യൻഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടീം വേറെ ലെവലായി പോകും. അതുകൊണ്ട് ഈ ഒരു റിസൾട്ട് മാച്ച് ഇതെല്ലാം സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് സിംഗർ ജെല്ലി റോളിൻ്റെ ഒരു സെഗ്മെൻറ്റ് കാണിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലാണ് ഇന്ന് സ്മാക്ക് ഡൗൺ നടന്നത്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സെഗ്മെന്റ് വെച്ചത്. എന്നിട്ട് അവിടെ നിന്നും പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ലോഗൻ പോൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് ഈ റിങ് നിനക്ക് പാട്ട് പാടാനുള്ളതല്ല, ഇത് റെസ്ലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് WWE ഭാവിയിലെ വേൾഡ് ചാമ്പ്യനായ ലോഗൻ പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് ജെല്ലി റോളിനെ ദേഷ്യം പിടിപ്പിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതേസമയം അവിടെ റാൻഡി ഓട്ടൻ വന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ റാൻഡി ഓട്ടൻ പ്രശ്നം പരിഹരിക്കും, എന്തെങ്കിലും സംഭവിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഡ്രൂ മാക്കിൻടയർ വന്നുകൊണ്ട് റാൻഡി ഓട്ടനെ ക്ലൈമോർ ചെയ്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ശേഷം ദേഷ്യം വന്ന ലോഗൻ പോൾ റാൻഡി ഓട്ടനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോഗൻ പോളിനെ ജെല്ലി റോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. എന്നിട്ട് റാൻഡി ഓട്ടനെ സേവ് ചെയ്തു. അപ്പം മൊത്തത്തിൽ ഇത് കുഴപ്പമില്ലാത്ത സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ഈ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ റാൻഡി ഓട്ടൻ ജെല്ലി റോളുമായി സംസാരിച്ചു. അതായത് നാളെ നടക്കാൻ പോകുന്ന എൻ്റെ മാച്ചിൽ റിംഗ് സൈഡിൽ എൻ്റെ കൂടെ വരണം എന്നാണ് ജെല്ലി റോളിനോട്
റാൻഡി ഓർട്ടൺ പറഞ്ഞത്. ശേഷം അതെല്ലാം ഓക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പം ലോഗൻ പോൾ ഡ്രൂ മാക്കൻടയറിന്റെ സൈഡിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം അലസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് R-Truth ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇത് ഷോർട്ടായിട്ട് അവസാനിച്ചു. അതായത് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് പകുതിക്ക് വെച്ചുകൊണ്ട് തന്നെ R-Truth ഒരു ചെയർ എടുത്തുകൊണ്ട് വന്ന് അലിസ്റ്റർ ബ്ലാക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പിന്നീട് അലിസ്റ്റർ ബ്ലാക്ക് ആ ഒരു ചെയർ വാങ്ങിക്കൊണ്ട് R-Truthനെ അറ്റാക്ക് ചെയ്യാൻ പോയ സമയത്ത് റഫറി അത് വാങ്ങിച്ച് മാച്ച് ഞാൻ ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡിൽ തന്നെ R-Truth അലിസ്റ്റർ ബ്ലാക്കിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ R-Truth ആണ് വിൻ ചെയ്തത്. എന്നിട്ട് R-Truth അവിടെ നിന്നും ഇറങ്ങിപ്പോയി ദേഷ്യപ്പെട്ട് അലിസ്റ്റർ ബ്ലാക്ക് പിന്നാലെ പോയി. ബാക്ക് സ്റ്റേജിൽ അലിസ്റ്റർ ബ്ലാക്ക് R-Truthനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് വന്നുകൊണ്ട് അലിസ്റ്റർ ബ്ലാക്കിനോട് പറയുന്നുണ്ട്, നീ ആ മാച്ച് തോറ്റുപോയി, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്ന്. പിന്നീട് അലിസ്റ്റർ ബ്ലാക്കും സമാധാനപ്പെട്ട് ഷെയ്ക്കിൻ്റെ എല്ലാം കൊടുത്ത് പോകുന്നതായിട്ടും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അലിസ്റ്റർ ബ്ലാക്ക് വന്ന് ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് ഒരു ബ്ലാക്ക് മാസ് എല്ലാം കൊടുത്തു. അപ്പോൾ ഇവർക്കാണ് ഇനി സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ മാച്ച് വേറെ ലെവൽ മാച്ച് ആകും എന്നുള്ളത് 100% ഉറപ്പാണ്. രണ്ടുപേരും അതുപോലത്തെ റെസ്റ്റേഴ്സാണ്. അപ്പം അതുകൊണ്ടാണ് R-Truthന്റെ കൂടെ ഒരു റോൾ പിൻ വെച്ചുകൊണ്ട് നൈസായിട്ട് സ്റ്റോറി ഇങ്ങോട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചൊക്കെ വെക്കുകയാണെങ്കിൽ സമ്മർ സ്ലാമിൽ കൊണ്ടുവയ്ക്കണം, അല്ലാതെ സ്മാക്ക് ഡൗണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 3G ആവും. പിന്നീട് വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്ട്രാറ്റൻ അതുപോലെ തന്നെ ചാലഞ്ചർ ആയിട്ടുള്ള ട്രിഷ് സ്ട്രാറ്റസ് ഇവർക്കൊരു സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ട്രിഷ് സ്ട്രാറ്റസ് പറയുന്നത്, നിന്റെ കയ്യിലുള്ള വുമൻസ് ചാമ്പ്യൻഷിപ്പ് ഞാൻ വിൻ ചെയ്തുകൊണ്ട് ഏകദേശം 8 ടൈം ചാമ്പ്യനൊക്കെ ആകും എന്ന ടൈപ്പിലാണ്. അതേസമയം അവിടെ മണി ഇൻ ദി ബാങ്ക് വെച്ചിട്ടുള്ള നയോമി ഒന്നുകൊണ്ട് സംസാരിക്കാൻ നോക്കി. ശേഷം ജെറ്റ് വന്ന് നയോമിനെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ മാച്ചിന് ഭയങ്കര ഹൈപ്പ് കൂട്ടി എന്നാണ് അവരുടെ വിചാരം. പിന്നെ നെക്സ്റ്റ് വീക്ക് WWE ചാമ്പ്യൻ ജോൺ സീന കോഡി റോഡ്സ് സെഗ്മെന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ സോളോ സിക്കാവ ആൻഡ് ജെസി മെറ്റയോ വേഴ്സസ് ജിമ്മി യുസോ LA നൈറ്റ് ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നെ ഇങ്ങനെ മാച്ചെല്ലാം വരാൻ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജിമ്മി യുസോ സോളോ സിക്കാവ ഇവർക്ക് നാളെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടക്കുന്നുണ്ട്. ഈ മാച്ചിന്റെ അവസാനത്തിൽ പോൾ ഹേമൻ വരുന്ന സമയത്ത് LA നൈറ്റ് പോൾ ഹേമനെ നോക്കി പോകുമ്പോൾ സോളോ സിക്കാവയുടെ ടീം LA നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ശേഷം പോൾ ഹേമനെ നോക്കി സോളോ സിക്കാവ നിൽക്കുന്ന സമയത്ത് ജിമ്മി യുസോ സോളോ സിക്കാവയെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്ത് ഈ മാച്ച് അവസാനിപ്പിച്ചു. ശേഷം സോളോ സിക്കാവ പോൾ ഹേമനെ നോക്കി ദേഷ്യപ്പെടുന്നത് പോലെയും കാണിച്ചിരുന്നു. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് LA നൈറ്റ് റിങ്ങിൽ കയറി സോളോ സിക്കാവയ്ക്ക് ഒരു BFT കൊടുത്തു. പിന്നീട് LA നൈറ്റ് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബ്രോൺസൺ ബ്രേക്കർ വന്നുകൊണ്ട് ബ്രോൺസൺ റീഡ് ഒരു സൂപ്പർ സ്പിയറും ബ്രോൺ ബ്രേക്കർ സുനാമി ഫിനിഷറും ചെയ്ത് സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ നടന്നത്. ഞാൻ പറഞ്ഞതുപോലെ 2 മണിക്കൂർ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ മെയിനായിട്ടുള്ള റെസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് കോഡി, ജെയ്സോ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഓഫ് എയറിലാണ് മാച്ച് സെഗ്മെൻ്റ് എല്ലാം കിട്ടിയത്.